இன்று நாம் பொது இடங்களில் இருக்கும்போது பின்பற்ற வேண்டிய பழக்க வழக்கங்களை பற்றி அறிய என் பாட்டியும் தாத்தாவிடவும் இருக்கிறோம். அப்பப்பா നമ്മൾ വെളിയിൽ പോകുമ്പോൾ എങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യണം പിള്ളേർക്ക്? പുറത്ത് പോകുമ്പോൾ എങ്ങനെ മറ്റുള്ളവരെ പെരുമാറണം, നല്ല രീതിയിൽ അവിടെ പെരുമാറാൻ ഇങ്ങനെയൊക്കെ നമ്മൾ വിശദീകരിച്ചു. ആളുകളുടെ സൗഹാർദ്ദമായിട്ടും എന്തെങ്കിലും ചോദിച്ചാൽ സ്നേഹമായിട്ടും പെരുമാറണം. ഒരിക്കലും പിണക്കഭാവം കാണിക്കരുത്. അങ്ങനെയാണ് ഇരിക്കരുത്. മനസ്സിൽ നിന്ന് തട്ടി നമ്മളെ ഏറ്റവും അടുത്ത നമ്മളിൽ ഒരാളാണെന്നുള്ള ചിന്ത വരുമ്പോൾ നമുക്ക് വാത്സല്യം വേണം. പെരുമാറുന്നതല്ല, അതായത് മരങ്ങളൊക്കെ നല്ല ഫലങ്ങളൊക്കെ നമുക്ക് തരുന്നു. അത് എത്രത്തോളം കായ്ക്കുമോ അത് അത്രത്തോളം താഴ്ന്ന തല കുഴിച്ച് ആ മരങ്ങൾ നമുക്ക് വേണ്ടി വെയിലും കൊണ്ട് മഴയും കൊണ്ട് നമുക്ക് ഭക്ഷണങ്ങൾ ഫലങ്ങൾ തരുന്നത് പോലെ നമ്മൾ എത്രയൊക്കെ ഉയരങ്ങളിലെത്തിയാലും നമ്മളിലുള്ള വിനയം നഷ്ടപ്പെട്ടു. മറ്റുള്ള നമുക്ക് ഗർവം ഉണ്ടാവാൻ പാടില്ല. അഹങ്കാരം ഒരിക്കലും മനുഷ്യന് നന്നാവാൻ പറ്റില്ല. അഹങ്കാരം എന്നൊരു വന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിച്ചാൽ അത് നമുക്ക് മുന്നോട്ടുള്ള വിജയത്തിനെ ബാധിക്കും. അപ്പോൾ എത്രയൊക്കെ നമ്മൾ ഉയരങ്ങളിലെത്താൻ സാധിച്ചാലും നമ്മളിലുള്ള വിനയം, മറ്റുള്ളവരോടുള്ള ബഹുമാനം, ഞാനെന്ന ഭാവം, ഇതെല്ലാം ഒഴിവാക്കണം. മറ്റുള്ളവർക്ക് ബഹുമാനം വേണം, സ്നേഹം വേണം, ദയ വേണം, കാരുണ്യം വേണം, എല്ലാം. അതിലുപരി വേണ്ടതെന്ന് വെച്ചാൽ ഞാനെന്ന ഭാവം ഒരിക്കലും നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. ആ ഒരു ഭാവം നമ്മുടെ മനസ്സിലുണ്ടായാൽ നമ്മുടെ ജീവിത വിജയത്തിനെ അത് ബാധിക്കും. മുന്നോട്ടുള്ള അപ്പോൾ ഒരാളോട് നമ്മൾ എന്തെങ്കിലും കുറച്ച് ഉയരങ്ങൾ എത്തിയിട്ട് ഞാൻ ഇത്രയും ഉയർന്ന് ജീവിക്കുകയാണ്, ഇങ്ങനെ ഇത്രയും ഉയർന്ന ഒരു പദവി കിട്ടിയാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ്, എന്നെ എല്ലാവരും പോകാൻ എന്നെ എല്ലാവരും അനുസരിക്കണം എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ മറ്റുള്ളവരോട് നമ്മൾ പെരുമാറുമ്പോൾ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കും. നമ്മളെ ഒരു കഴിവ് നമുക്ക് ദൈവം തരുന്നതിന് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് പോകാൻ കഴിവുകൾ, ആ കഴിവുകൾ നമ്മൾ നമിക്കണം. എപ്പോഴും എത്ര ഉയരങ്ങളെത്താലും നമ്മളെ തലത്തിരി തന്നെ ഗർവ് പാടില്ല. അല്ലെങ്കിൽ നിങ്ങളെന്ന് പറഞ്ഞതിനപ്പുറം വെച്ചാൽ അഹങ്കാരം നമുക്ക് പാടില്ല. പിന്നെ കൂടെയുള്ള കുടുംബത്തെ സ്നേഹിക്കുക, അച്ഛനമ്മമാരെ ബഹുമാനിക്കുക, സഹോദരങ്ങളെ ബഹുമാനിക്കുക, ഗിരിജനങ്ങളെ ബഹുമാനിക്കുക, ഈശ്വരനെ ഭയക്കുക, ഇതെല്ലാം അത്യന്താപേക്ഷിതമാണ്. ഇതെല്ലാ കാര്യങ്ങളും എപ്പോഴും ശ്രദ്ധ വേണം. മനസ്സിൽ നിന്ന് തട്ടി നമ്മളെ ഏറ്റവും അടുത്ത നമ്മളിൽ ഒരാളാണെന്നുള്ള ചിന്ത വരുമ്പോൾ നമുക്ക് വാത്സല്യം വേണം, വാത്സല്യത്തോട് വേണം. അപ്പം പ്രായമായവരുടെയാണെന്ന് വെച്ചാൽ പ്രായമാവെന്ന് പറഞ്ഞാൽ അമ്മ, അച്ഛൻ, അമ്മൂമ്മ, അപ്പൂപ്പന്മാരാണ് ഏറ്റവും കൂടുതൽ പ്രായമുള്ളത്. അപ്പം അവരുടെയൊക്കെ പെരുമാറുമ്പോൾ എത്രയും സ്നേഹത്തോടുകൂടിയും പിന്നെ ബഹുമാനത്തോടുകൂടിയും വേണം അവരോട് പെരുമാറുന്നത്. എപ്പോഴും കുറച്ച് നമ്മളെന്തെങ്കിലും മുതിർന്ന ആളുകൾക്ക് നമ്മളെന്തെങ്കിലും ആഹാരം കൊടുക്കുന്ന പോലെ കുറച്ച് നേരം അവരടുത്തിരിക്കുക, അവരുടെ ക്ഷേമവിവരങ്ങൾ അന്വേഷിക്കുക, അവരോട് സ്നേഹത്തോട് പെരുമാറുമ്പോൾ അതവർക്ക് ഏറ്റവും വലിയ പ്രായമായവർക്കാണെങ്കിൽ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് കൂടെ ഇരിക്കാൻ ആരെങ്കിലും ഉണ്ടാവുക, നമ്മൾ കൂടെ ഒന്ന് സംസാരിക്കാൻ ആളുണ്ടാവുക എന്ന് പറയുന്നതാണ്. പ്രായം കഴിഞ്ഞ് അച്ഛൻ അമ്മയുടെ സ്റ്റേജ് കഴിഞ്ഞ് അടുത്ത അമ്മ അപ്പൂപ്പൻ്റെ സ്റ്റേജാണ്. ആ സ്റ്റേജ് വരുമ്പോൾ കൊച്ചുമക്കൾ അടുത്ത് വരിക, അവർ കുറച്ച് നേരം സംസാരിക്കുക. അതൊക്കെ പറയുമ്പോൾ ആ മുതിർന്നവർക്കൊക്കെ ഭയങ്കര ഒരു സ്നേഹമാണ്, ഒരു മാനസികമായിട്ട് അവർക്ക് ഉണ്ടാകുന്ന ഒരു തരം ഒരു ആത്മനിവൃത്തി എന്നല്ലെങ്കിൽ ആത്മസന്തോഷമാണ്. അപ്പം നമ്മൾ പെരുമാറണമെന്ന് വെച്ചാൽ അത്രയും മുതിർന്ന ആൾക്കാരുടെ അമ്മ അപ്പൂപ്പൻ എന്ന ആ സ്ഥാനത്തുള്ള ആൾക്കാരുടെ നമ്മൾ അമ്മൂമ്മയാണ്, നമ്മൾ അപ്പൂപ്പനാണെന്നുള്ള രീതിയിൽ നമ്മൾ പെരുമാറി കഴിയുമ്പോൾ അവർക്കും മനസ്സിൽ സന്തോഷം ഉണ്ടാവും, അവർക്ക് നമ്മളോട് ഒരു ബഹുമാന സ്നേഹം അവർക്ക് തിരിച്ചുകൊണ്ടാവും. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. മുതിർന്ന ആൾക്കാരെ ഏറ്റവും കൂടുതൽ കരുണയോടുകൂടി, സ്നേഹത്തോടുകൂടിയും ദയയോടുകൂടിയും എല്ലാം നമ്മൾ വീക്ഷിക്കണം. അവരുടെ കാര്യവിവരങ്ങൾ, അവരുടെ ക്ഷേമങ്ങളിൽ അവർക്ക് എന്താണ് ആവശ്യങ്ങളെന്നൊക്കെ നമ്മൾ അന്വേഷിക്കുമ്പോൾ അവർക്കും ഒരു സന്തോഷമാകും. ഭക്ഷണം കഴിച്ചോ, മരുന്ന് കഴിക്കണമെങ്കിൽ മരുന്ന് കഴിച്ചോ, എങ്ങനെ സുഖമാണോ, ശരീര സുഖമുണ്ടോ, എന്തൊക്കെയാണ് ബുദ്ധിമുട്ട് എന്നൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുമ്പോഴത്തേക്ക് അവർക്ക് അതിന് നമ്മളോട് തന്നെ അവർക്കൊരു സ്നേഹം തോന്നും. നമ്മൾ ചോദിക്കുമ്പോൾ അവർക്ക് നമ്മളോടുള്ള ഒരടുപ്പം നമുക്ക് തോന്നും. പിന്നെ എപ്പോഴും കാണുമ്പോഴും അവർ നമ്മളെ കൊച്ചു മക്കളായിട്ടോ ഒക്കെ അവർക്ക് കാണാൻ സാധിക്കും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഏത് മുതിർന്നവരായാലും, സ്വന്തം അമ്മൂമ്മയായാലും അപ്പൂപ്പനായാലും അമ്മയായാലും അച്ഛനെന്നല്ല, അവരോട് നമ്മൾ എങ്ങനെ പെരുമാറണോ അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരെ കണ്ടാലും അത് നമ്മൾ അമ്മയുടെ സ്ഥാനത്താണ്, അല്ലെങ്കിൽ അച്ഛൻ്റെ സ്ഥാനത്താണ്, അപ്പൂമ്മയുടെ സ്ഥാനം അല്ലെങ്കിൽ അപ്പൂപ്പൻ്റെ സ്ഥാനത്താണ് എന്നുള്ള ചിന്തയോട് നമ്മൾ എപ്പോഴും പെരുമാറുക. അതിനാണ് ഏറ്റവും നല്ല ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ.
നമ്മൾ എത്രയും നല്ല എത്രയൊക്കെ നമ്മൾ ഉയരങ്ങളിൽ എത്തിയാലും നമുക്ക് എന്താണ് നമുക്ക് വിനയമാണ് നമ്മൾ വിട്ടുപോകാൻ പാടില്ല. എത്ര നമ്മൾ ഉയരങ്ങളിലെത്തണം. അമ്മയ്ക്ക് മുമ്പ് അമ്മയേക്കാൾ ഉയർന്ന പദവിയിൽ നമുക്ക് ഉദ്യോഗം കിട്ടാം, അച്ഛൻ്റെക്കാളും പദവിയിൽ നമുക്ക് ഉദ്യോഗം കിട്ടാം, അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ ഉയരങ്ങളിൽ പിടിച്ചെടുത്തിയാലും അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടായാലും നമുക്ക് എത്രയൊക്കെ ഉയരങ്ങൾ എത്താൻ കഴിഞ്ഞാലും നമ്മളിൽ വേണ്ട എന്താണ് നമ്മൾ വിനയം. നമ്മളുടെ ആ വിനയമാണ് നമ്മളെ കൂടുതലും നമ്മളെ ജീവിത വിജയത്തിലെത്തിക്കുന്നത്. അപ്പം ആ വിനയം എല്ലാവരോടും പെരുമാറുമ്പോൾ ആരോട് സഹകരിച്ചാലും ആരോട് സംസാരിച്ചാലും നമ്മൾ ആ വിനയം ആ സംഭാഷണത്തിൽ കാണിക്കുക. അപ്പോൾ അത് കാണിക്കുമ്പോഴത്തേക്ക് കേൾക്കുന്നവർക്കും ഒരു സ്നേഹം തോന്നും, അല്ലെങ്കിൽ ആ കുട്ടി ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഇത്രയും പക്വതയുണ്ട്, അല്ലെങ്കിൽ പെരുമാറ്റം നല്ലതാണ് എന്നൊരു തോന്നൽ അവർക്കും ഉണ്ടാകും. അപ്പം അങ്ങനെ ഉണ്ടാക്കിയെടുത്ത് അങ്ങനെ കിട്ടുന്ന ഒരു വലിയ നമ്മളെന്ന് വെച്ചാൽ നമ്മൾ എത്രയൊക്കെ ഉയരങ്ങളിൽ എത്തിയാലും നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ നമുക്ക് തരുന്ന കോംപ്ലിമെൻ്റാണ് നമ്മളെ സർട്ടിഫിക്കറ്റ് എന്ന്. നമ്മുടെ ജീവിതത്തിലുള്ള ഏറ്റവും വിലപ്പെട്ട ഒരു അംഗീകാരം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ അംഗീകാരം എന്ന് വെച്ചാൽ മറ്റൊരു വ്യക്തി നമ്മളെ പറ്റി നല്ലതെന്ന് പറയുക, നല്ലതെന്ന് പറയണം. ആ രീതിയിൽ നമ്മൾ പെരുമാറണം. മുതിർന്നവരോടായാലും ആരോടായാലും നമ്മൾ ആ രീതിയിൽ പെരുമാറുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ആ കുട്ടി ഇത്രയും അവൾ നല്ല പഠിത്തമുള്ള കുട്ടിയാണ്, അതിൻ്റെ അഹങ്കാരം കണ്ടോ എന്ന് നമ്മൾ പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അതല്ല ശരി. എന്തൊക്കെ നമ്മൾ നേടാൻ കഴിഞ്ഞാലും ജീവിതത്തിൽ എത്രത്തോളം ഉയരത്തിൽ നമുക്ക് എത്താൻ കഴിഞ്ഞാലും അത്രയും താഴ്മയോടുള്ള ജീവിതം മാത്രമേ നമ്മൾ ചെയ്യാവൂ, കാണിക്കാവൂ. അത് മുതിർന്നവരോട് തന്നെയാണ് കാണിക്കുന്നത്. എനിക്ക് നല്ല സ്വഭാവത്തിനെ പറ്റി പറഞ്ഞു തന്ന അപ്പൂപ്പനും അമ്മയ്ക്ക് നന്ദി. നന്ദികൾ. നമസ്കാരം.